ദേവർഷി നാരദന്റെ പേരിലാണ് ഇന്നത്തെ ഈ ചടങ്ങ് നടക്കുന്നത്. നമ്മുടെ നാടിനെ കുറിച്ച് നമ്മൾ പറയും ഋഷിമാരുടെ നാട് എന്ന്. സ്വാഭാവികമായിട്ടും നമുക്ക് ഋഷിമാരോട് ഒരു കർത്തവ്യമുണ്ട്. ഭാരതീയ പാരമ്പര്യമനുസരിച്ച് നമ്മളെല്ലാം കടക്കാരാണ്. 5 തരം കടമുണ്ട് നമുക്ക് എന്നാണ് പറയുന്നത്. അല്ലേ? ഒന്നാമത്തെ കടം ഋഷിമാരോടാണ്. ഋഷിമാരാണ് നമുക്ക് തിരിച്ചറിവ് നൽകിയത്. മനുഷ്യത്വം നമ്മളിൽ ഉണരാൻ പ്രേരണ നൽകിയത് ഋഷിമാരാണ്. ഋഷിമാർ അവരുടെ സത്യദർശനത്തിൻ്റെ ആധാരത്തിലാണ് നമ്മുടെ സമാജ ജീവിതത്തെയും രാഷ്ട്ര ജീവിതത്തെയും കെട്ടിപ്പോയത്. അപ്പോൾ ആ ഋഷിമാരോട് നമുക്ക് ഒരു കർത്തവ്യമുണ്ട്. നമ്മൾ ജന്തു സമൂഹത്തിൽ മനുഷ്യനായി പിറന്നതിനുകൊണ്ട് അതിനുള്ള അനുഗ്രഹം നൽകിയ ഈശ്വരനോട് നമുക്ക് കർത്തവ്യമുണ്ട്. നമ്മുടെ ഈ ശരീരത്തോട്, ശരീരത്തിൻ്റെ പേരിൽ നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരോട് കടപ്പാടുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് നമ്മുടെ സഹജീവികളായിട്ടുള്ള മനുഷ്യരോടും അതിനപ്പുറത്തുള്ള വിശാല പ്രകൃതിയോടും നമുക്ക് കടപ്പാടുണ്ട്. അങ്ങനെ ഋഷി ഋണം, ദേവ ഋണം, പിതൃ ഋണം, മനുഷ്യ ഋണം, ഇങ്ങനെ 5 തരം കടങ്ങളെ കുറിച്ച് നമ്മൾ പറയും. ഇപ്പൊ നമ്മൾ ഇവിടെ മാധ്യമ കേന്ദ്രത്തിൻ്റെ ഈ ചടങ്ങിൽ പ്രത്യേകിച്ചും ദേവർഷി നാരദനെ നമുക്കറിയാം. വാൽമീകി രാമായണം ആരംഭിക്കുന്നത് തവ സ്വാധ്യായ നിരതം എന്നുള്ള വാക്കുകളിലൂടെയാണ് നമുക്കറിയാം. രാമകഥ വാൽമീകിക്ക് പറഞ്ഞു കൊടുത്തത് ദേവർഷി നാരദനാണ്. നാരദനെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. ശ്രീരാമകൃഷ്ണ മിഷനിലെ സ്വാമി സിദ്ധിനാഥാനന്ദയുടെ നാരദൻ എന്ന ഒരു കൃതി തന്നെയുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ആരംഭത്തിൽ തന്നെ ആ ഋഷി സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. 2, ഈ ചടങ്ങിൽ നമ്മൾ MP മന്മഥൻ സാറിനെ അനുസ്മരിക്കുന്നു എന്നതാണ്. ഇവിടെ മോഹനവർമ്മ സാർ നമുക്ക് മന്മഥൻ സാറിൻ്റെ ഒരു രേഖാചിത്രമല്ല, ഒരു വാഗ്മയ ചിത്രം നമ്മൾക്ക് തന്നു. ആ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു സൂചന നൽകി. ഞാൻ ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും നേരിട്ട് സംസാരിക്കാനൊന്നും സാഹചര്യം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത് ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം തിരുവനന്തപുരം MG കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അവിടെ ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾക്ക് അദ്ദേഹം പരീക്ഷയ്ക്ക് എഴുതാനുള്ള അനുവാദം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു വിവാദം ഉടലെടുക്കുകയും അന്നത്തെ സർക്കാർ അദ്ദേഹത്തിൻ്റെ മേൽ നിർബന്ധം ചെലുത്തുകയും ചെയ്തപ്പോൾ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ച് പൂർണ്ണമായും പൊതുപ്രവർത്തനത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ. അതിനു മുമ്പ് NSSുമായി ബന്ധപ്പെട്ട് ധാരാളം അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പല മുഖങ്ങളുണ്ട്. പ്രഭാഷകനായിരുന്നു, അദ്ദേഹം വലിയ കഥാപ്രസംഗകനായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ ഇടിമുഴക്കത്തിലുള്ള വാഗ്ധോരണി കൊണ്ട് സദസ്സിനെ വളരെയേറെ സ്വാധീനിച്ചിരുന്ന ഒരു പ്രഭാഷകനായിരുന്നു അദ്ദേഹം. NSSന്റെ കരയോഗങ്ങളുടെ രജിസ്ട്രാറായിരുന്നു. അതുപോലെ ഒരിക്കൽ NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു.
സർവോദയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. എളപ്പജിയുടെ ഒരു ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ ആത്മകഥയും ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ നിരവധി കൃതികൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇതിലെല്ലാം ഉപരി പൊതുജീവിതത്തിലെ ആർജവമുള്ള, തലയെടുപ്പുള്ള, സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകൻ. ആ പൊതുപ്രവർത്തകന്റെ ഒരു മഹാമാതൃകയായിരുന്നു MP മൻമഥൻ സാർ. അദ്ദേഹം ആരംഭത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നമ്മുടെ ജന്മഭൂമിയുടെ മുഖ്യ പത്രാധിപരായി കുറച്ചു കാലം പ്രവർത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ നമ്മൾ ഈ സന്ദർഭത്തിൽ സ്മരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ പുണ്യകർമ്മമാണ്. അത്തരം ആളുകളെ സ്മരിക്കുക എന്നത് നമ്മുടെ ഈ കാലത്ത് നമുക്ക് വളരെ മനുഷ്യർ വളരെ വളരെ ചെറുതായി പോകുന്ന, ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ പോലും സ്വയം ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മൻമഥൻ സാറിനെ പോലെ ആ തലയെടുപ്പുള്ള മഹാവ്യക്തിത്വങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു വിശ്വാസം, ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തെ സ്മരിക്കുവാൻ മുൻകൈയെടുത്ത വിശ്വസംവാദ കേന്ദ്രത്തിൻ്റെ പ്രവർത്തകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമ്മളിവിടെ 3 പത്രപ്രവർത്തകരെ, ഒന്ന് വളരെ സീനിയറായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ശ്രീ എൻ്റെ പ്രിയ സുഹൃത്തും, അതുപോലെ ദീർഘകാലം എൻ്റെ സഹപ്രവർത്തകനുമായിരുന്ന ശ്രീ M. രാജശേഖര പണിക്കർ. അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തിത്വമാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടുവാൻ, അങ്ങനെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനാധിപത്യ സംവിധാനം ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട കാലത്ത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ മാധ്യമ ലോകവും നമ്മുടെ കോടതികളും ഒക്കെ നിഷ്ക്രിയരായി, നിസ്സഹായരായി നിന്ന കാലത്ത് ആസേത് ഹിമാചലം ഭാരതീയ പൗരന്മാർ, രാഷ്ട്രാഭിമാനമുള്ള ഭാരതീയ പൗരന്മാർ അണിചേർന്നുകൊണ്ട് ആ നീതികേടിനെതിരെ, ആ നെറികേടിനെതിരെ ദേശവ്യാപകമായിട്ടുള്ള പോരാട്ടം നടന്നതായിട്ട് നമുക്കറിയാം. ഏതാണ്ട് 1.5 ലക്ഷത്തിൽ 20,000-ഓളം ആളുകളെയാണെന്ന് മിസ് അനുസരിച്ച് ദേശവ്യാപകമായി അറസ്റ്റ് ചെയ്തത്. ഇതിൽ 80% RSS പശ്ചാത്തലമുള്ളവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം RSSന്റെ പ്രസക്തി എന്താണ്? ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ, രാഷ്ട്രത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മുന്നോട്ട് വരുവാൻ, ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഇരിക്കെ തന്നെ അതിനുവേണ്ടി സമർപ്പണം ചെയ്യാനുള്ള ആളുകളെ സൃഷ്ടിച്ചു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ ഒരു കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ. നമുക്കറിയാം, കേരളത്തിൽ പോലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് ജനപ്രീതി വർദ്ധിച്ചത് മുഴുവൻ ഭാരതത്തിലും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. ജനങ്ങൾക്ക് അതൊരു മെസ്സേജ് ആയിരുന്നു. അപ്പം ആ ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാകാൻ അന്ന് വിദ്യാർത്ഥിയായിരുന്നിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പത്രത്തിലാണ് അടിയന്തരാവസ്ഥ കാലത്ത് ആണോ? ഞാൻ വിദ്യാർത്ഥിയായിരുന്നു. തിരുവനന്തപുരത്ത് 74-76 കാലത്ത് ലയോള കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് അടിയന്തരാവസ്ഥ. എനിക്കതിന് ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളല്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ശേഷം അദ്ദേഹം സ്വതന്ത്രമായി മറ്റ് ചില പത്രമാസികകളിൽ പ്രവർത്തിച്ചു. ഒടുവിൽ ചിതിയുടെ പത്രാധിപർ എന്ന നിലയ്ക്ക് കഴിഞ്ഞ നിരവധി വർഷമായി പ്രവർത്തിച്ചു വരുന്നു.
അദ്ദേഹം തപസ്യ കലാസാഹിത്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. അങ്ങനെ ദീർഘകാലം ഒന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള അദ്ദേഹത്തെ ഏതാണ്ട് നല്ല രീതിയിൽ എനിക്ക് അറിയാം. ആ വ്യക്തിത്വത്തെ നന്നായിട്ട് എനിക്കറിയാം. വളരെ സൗമ്യമായി എല്ലാവരോടും സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് ആരോടും ഒരിക്കലും മുഷിഞ്ഞ് സംസാരിക്കാത്ത വളരെ സൗമ്യമായ ഒരു വ്യക്തിത്വമാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റേത് ഒരു മാതൃകാ വ്യക്തിത്വം തന്നെയാണ്. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ, സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എല്ലാം അദ്ദേഹം തീർച്ചയായിട്ടും നമുക്കെല്ലാം ആവേശം തരുന്ന, പ്രചോദനം തരുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശകാര്യത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു സമരത്തിൽ പങ്കെടുക്കുവാനും അതിൻ്റെ പേരിൽ ഒരുപാട് യാതനകൾ ഏൽക്കുവാനും അദ്ദേഹത്തിന് ഒരു സന്ദർഭമുണ്ടായ ജീവിതത്തിൽ. അതും തീർച്ചയായിട്ടും ആ ത്യാഗ സന്നദ്ധതയും നമ്മുടെ എല്ലാം പ്രത്യേകമായ പ്രശംസ അർഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. മറ്റ് ഒരു കാര്യം, ഇവിടെ 2 യുവ പത്രപ്രവർത്തകരാണ്. അച്ചടി മാധ്യമത്തിൽ നിന്നും അതുപോലെ വിഷ്വൽ മീഡിയയിൽ നിന്നും ഉള്ള 2 യുവ പത്രപ്രവർത്തകരുണ്ട്. അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള അവരുടെ സംഭാവനയാണ് നമ്മൾ ഇവിടെ ഇന്ന് ആദരിക്കുന്നത്. അവർക്കും അവരുടെ ഈ തൊഴിൽ രംഗത്ത് അവരുടെ പ്രത്യേകമായ ഈ മേഖലയിൽ അവർക്ക് കൂടുതൽ പ്രവർത്തിക്കുവാനും കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനും അവിടെ അവരുടേതായ ഒരു മുദ്ര എക്കാലവും സ്മരിക്കുന്ന മുദ്രകൾ അവർക്ക് പതിപ്പിക്കുവാൻ അവസരം ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയും ചെയ്യും. ഇന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് സ്വാഭാവികമായും നമ്മളിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഉള്ളതെന്ന് നമുക്കറിയാം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ വലിയ ഒരു വഴിത്തിരിവ് പ്രകടമായ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ 7 മുതൽ 10 ദിവസം 10-ാം തീയതി വരെ നടന്ന കാലഘട്ടത്തിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള പ്രതികരണം എന്ന നിലയിൽ നടന്ന സൈനിക നടപടി. ആ സൈനിക നടപടി ഉദ്ദേശിച്ച വിജയം കണ്ടു എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ സൈനിക നേതൃത്വവും നമ്മളോട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയേറെ അഭിമാനിക്കാനുള്ള അവസരമാണ്. നമുക്കെല്ലാം പുതിയൊരു ആത്മവിശ്വാസം വരികയാണ്. അപ്പൊ കഴിഞ്ഞ 10-15 വർഷമായി നമ്മുടെ ഭാരതത്തിൽ ഒരു വലിയ മാറ്റം. നമുക്ക് 1947 സ്വാതന്ത്ര്യം ലഭിച്ചു. 1950 നമ്മളൊരു പരമാധികാര ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയ്ക്ക് നമ്മൾ ഒരു ഏകീകൃത രാഷ്ട്രം, രാഷ്ട്രീയമായി ഏകീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രം. ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും നമുക്കറിയാം 2 തരം രാജ്യങ്ങൾ ഉണ്ടായിരുന്ന ഇവിടെ. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന പ്രദേശം ഏതാണ്ട് 560ഓളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. അവർക്കതിനുമേൽ ഒരു അധീശത്വം ഉണ്ടായിരുന്നുവെങ്കിലും ഒരൊറ്റ ഭരണ സംവിധാനത്തിൻ്റെ പേരിൽ ഒരു യൂണിഫോമായിട്ടുള്ള ഒരു ഏകീകൃതമായ ഒരു ഭരണ വ്യവസ്ഥയിൽ നമ്മുടെ രാജ്യം വന്നത് 1950 മാത്രമാണ് എന്ന് നമുക്കറിയാം. പിന്നെയും നമ്മുടെ ഇന്റഗ്രേഷൻ നടന്നു. 1961 ഗോവ ചേർന്നത്. ഇപ്പോൾ നമുക്കറിയാം 370-ാം വകുപ്പ് റദ്ദ് ചെയ്തതോടുകൂടിയാണ് കാശ്മീരിന്റെ ലയനം പൂർത്തിയായത് എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ ഈ വിശാലമായ ഒരു രാഷ്ട്രം, ലോകത്തിലൊരു മഹാത്ഭുതമാണ് നമ്മുടെ രാജ്യം. ഇത്രയും വൈവിധ്യമുള്ള രാജ്യം. ആ രാജ്യം ഒരൊറ്റ ജനതയായി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ 75 വർഷം പിന്നിടുകയാണ്. ഈ 75 വർഷത്തിനിടയിൽ നമുക്ക് ചൈനയോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. പാകിസ്ഥാനോട് നമുക്ക് 65-ലും 71-ലും 99-ലും ഒക്കെ യുദ്ധം ചെയ്യേണ്ടി വന്നു. 89 മുതൽ നമ്മൾ പാകിസ്ഥാന്റെ പരോക്ഷ യുദ്ധത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ നമ്മുടെ ഈ ചരിത്രത്തിലൊക്കെ നമ്മൾ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ചില അനുഭവമാണ് നമുക്ക് ഈ 2017 മുതൽ നമുക്ക് കാണാൻ സാധിക്കും. 2017 നമുക്കറിയാം ദോക്ല, നമ്മുടെ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഭൂട്ടാനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത്, ഭൂട്ടാൻ അവകാശപ്പെട്ട പ്രദേശത്തേക്ക് ചൈനീസ് പട്ടാളം കടന്നു വന്ന് ബലാൻ റോഡ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ചൈനീസ് പട്ടാളത്തോട് അവിടെ നിൽക്കൂ എന്ന് നമ്മുടെ സൈന്യം പറഞ്ഞത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിലെ ആദ്യ സംഭവമാണ്. അത് വലിയൊരു യുദ്ധത്തിലേക്ക് വളരും എന്ന ആശങ്കയുണ്ടായിരുന്നു എങ്കിലും 73 ദിവസമാണ് നമ്മുടെ പട്ടാളം ചൈനയുടെ ഈ ബലാത്കാരത്തിനെതിരെ ചെറുത്തു നിന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ പിന്നീട് നമുക്ക് 2020 കൊറോണയോട് അനുബന്ധിച്ചുള്ള ആ കാലഘട്ടത്തിൽ 2020-21 കാലത്ത് ചൈന വീണ്ടും നമുക്ക് ലഡാക്ക് ഭാഗത്ത് അവര് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് നമുക്കറിയാം. ഒരു ഘട്ടത്തിൽ തോക്കെടുക്കാതെ രണ്ട് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് 20 പട്ടാളക്കാർ നഷ്ടപ്പെട്ടു. ചൈനയ്ക്ക് 45 പട്ടാളക്കാർ നഷ്ടപ്പെട്ടു. പക്ഷെ അവര് ഒരിക്കലും അത് അംഗീകരിച്ചിട്ടില്ല, ഇന്നുവരെയും അംഗീകരിച്ചിട്ടില്ല. 4 പേരുടെ കാര്യം മാത്രമേ അവർ സമ്മതിച്ചിട്ടുള്ളൂ. അതും അവസാനം 1 വർഷം നീണ്ടു നിന്നു ആ സംഘർഷം. അപ്പോഴും ചൈനയ്ക്ക് ആ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ സാധിച്ചില്ല. നമ്മൾ അതിശക്തമായി ചെറുത്തു നിന്നു എന്ന് നമുക്കറിയാം. പിന്നീട് ബാലാകോട്ട് നടന്നിട്ടുള്ള ആക്രമണമുണ്ട്. അതും നമ്മൾ ഒരു പ്രതിക്രിയ എന്ന നിലയ്ക്ക്, തീവ്രവാദ പ്രവർത്തനത്തിനുള്ള പ്രതിക്രിയ എന്ന നിലയ്ക്കാണത് നടത്തിയത്. അതിനപ്പുറത്ത് അതിന് ലക്ഷ്യമുണ്ടായിരുന്നില്ല. പക്ഷെ ആ സംഭവത്തിൽ നിന്നെല്ലാം വളരെ ഭിന്നമായി നമ്മുടെ നാളിതുവരെയുള്ള നമ്മുടെ രാഷ്ട്രീയ നയത്തിനും സൈനിക നയത്തിനും ഒരു വ്യതിയാനം വരുത്തിക്കൊണ്ട് വളരെ പ്രോ ആക്റ്റീവായിട്ടുള്ള ഒരു സൈനിക നടപടിയാണ് ഇത്തവണ നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളതുപോലെ പുതിയ കാലം, ഈ ആഗോളവൽകൃത സമൂഹം പരസ്പര ആശ്രയിച്ച്, എല്ലാ കാര്യത്തിലും പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ലോകക്രമത്തിൽ യുദ്ധം എപ്പോഴും ഒരു അഭികാമ്യമായിട്ടുള്ള ആശാസ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ആരും കണക്കാക്കുന്നില്ല. പക്ഷേ പ്രധാനമന്ത്രി വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യുദ്ധം അശാസ്യമല്ലാത്തതുപോലെ തന്നെ ഭീകരവാദവും അശാസ്യമല്ല. അപ്പൊ അക്കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ ഒരു രാജ്യം പെരുമാറുമ്പോൾ അവരൊരിക്കലും മറക്കാത്ത ഒരു പാഠം അവർക്ക് കൊടുക്കുവാൻ ഭാരതം തീരുമാനിച്ചു. ഭാരതത്തെ കുറിച്ച് എക്കാലത്തുമുള്ള ഭാരതത്തിന്റെ 5000 അതിനപ്പുറം വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഭാരതം ആരെയും ആക്രമിക്കാൻ പോയിട്ടില്ല. മെക്സിക്കോ വരെ ഭാരതീയ സംസ്കാരത്തിന്റെ വ്യാപനം ഉണ്ടായിരുന്നു. നമ്മുടെ സൗത്ത് ഏഷ്യ മുഴുവൻ ഭാരതീയ സംസ്കൃതിയുടെ വ്യാപനം ഉണ്ടായതിന്റെ അടയാളങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് വളരെ വ്യക്തമായി ദർശിക്കാൻ സാധിക്കും. ഇതൊന്നും ആക്രമണത്തിന്റെ വഴിയിലൂടെ അല്ലാതെ സാംസ്കാരിക വ്യാപനമായിരുന്നു. വ്യാപാരത്തിന്റെ വഴിയാണ്, അത് സംസ്കാരത്തിന്റെ വ്യാപനമാണ്. അങ്ങനെയാണ് നമ്മൾ അവരെല്ലാം, സംസ്കാരം കൊണ്ടാണ്, നമ്മുടെ ജീവിത മാതൃക കൊണ്ടാണ്, നമ്മുടെ ലോകവീക്ഷണം കൊണ്ടാണ് നമ്മുടെ ലോകത്തെ, അല്ലാതെ ആക്രമിച്ച് കീഴടക്കാൻ ഭാരതം പോയിട്ടില്ല. ഭാരതം ഇനി ഒരു വലിയ സൈനിക ശക്തിയായോ സാമ്പത്തിക ശക്തിയായോ വളർന്നാലും ലോകത്തില് മറ്റ് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരു അനുഗ്രഹ ശക്തിയായി നിൽക്കുകയല്ലാതെ അവരെയൊക്കെ രാഷ്ട്രീയമായോ
ഭൗതികമായോ പിടിച്ചടക്കുവാൻ ഒരിക്കലും ഭാരതം തയ്യാറാകില്ല. കാരണം എന്താണ്? അത് ഋഷി ദർശനമാണ്. ഞാൻ പറഞ്ഞത്, ലോകത്തെക്കുറിച്ച് ഒരു ഋഷി ദർശനമുണ്ട്, ലോകം ഒന്നാണ് എന്നുള്ളതാണ് ആ ഋഷി ദർശനം. ആ ഋഷി ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഭാരതം. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ ലോകത്തിലെ നിഷ്ക്രിയമായ ശുദ്ധഗതിക്കാരായ ഒരു രാജ്യമാണ് എന്നുള്ള ധാരണ ലോകത്തിൽ ആർക്കും വേണ്ട. ആ ഒരു സന്ദേശമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മുടെ പത്രക്കാര് പട്ടാള ഉദ്യോഗസ്ഥന് ചോദിച്ചു, നമുക്ക് വിമാനം നഷ്ടപ്പെട്ടോ? അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യുദ്ധമാണ്, യുദ്ധത്തിൽ പലതും നഷ്ടപ്പെടും. കാരണം യുദ്ധമുഖത്തേക്ക് പോകുന്നത് അത് ത്യാഗബുദ്ധിയോടെയാണ് പോകുന്നത്. പലതും ത്യജിക്കേണ്ടി വരും, ജീവൻ ത്യജിക്കേണ്ടി വരും, പലതും നഷ്ടപ്പെടും. പക്ഷെ ഉദ്ദേശം സാധിച്ചോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതാണ് ചോദ്യമെങ്കിൽ അത് ഉറപ്പിച്ച് തന്നെ പറയാം, ഉദ്ദേശം സാധ്യമായി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതൊക്കെ നമ്മൾ വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പട്ടാള ഉദ്യോഗസ്ഥന്മാർ, കാര്യം നിർവഹിച്ചവർ ഇവിടെ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്, എന്താണ് നടന്നത്, എന്താണ് നടക്കാതിരുന്നത് എന്ന് രാജ്യത്തോട്, ജനങ്ങളോട് ആദ്യമായി പട്ടാള ഉദ്യോഗസ്ഥന്മാർ. നമ്മുടെ ജനാധിപത്യ രാജ്യമാണല്ലോ, എപ്പോഴും സിവിലിയൻസിന് മേൽക്കൈയുള്ള ഒരു രാജ്യമാണ്. രാഷ്ട്രീയ തീരുമാനങ്ങൾക്കാണ് പ്രാധാന്യം. പലപ്പോഴും നമ്മൾ സൈന്യത്തെ വളരെ പിന്നിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത്തവണ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. നമ്മുടെ പ്രതിപക്ഷം എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് നമുക്കറിയാം. രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടുമ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കാതെ രാഷ്ട്ര മനസ്സിൽ വിള്ളലുണ്ടാക്കാനും സംശയം ജനിപ്പിക്കാനും നമ്മുടെ ആത്മവീര്യം കെടുത്താനും ഉള്ള നിലപാടുകളും വാക്കുകളും നിലപാടുകളുമാണ് പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത് എന്നതുകൊണ്ട് തന്നെ ആകാം ഒരുപക്ഷെ ഈ പറയുന്ന ഈ ഓപ്പറേഷൻസ് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥന്മാർ വന്ന തന്നെ ഈ കാര്യങ്ങൾ രാജ്യത്തോട് പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസം ദൃഢപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഒരു യുദ്ധം നീണ്ടുപോകുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധിയെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരാം. അപ്പോൾ സൈന്യം മാത്രമല്ല യുദ്ധം നടത്തുന്നത്, സൈന്യത്തിന്റെ പിന്നിൽ ഏക മനസ്സോടെ നിൽക്കുന്ന രാഷ്ട്രത്തിന്റെ മനസ്സാണ് നമ്മുടെ സൈന്യത്തെ വിഭജിക്കുന്ന ശക്തി. അല്ലാതെ സൈനികന്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും ആധുനികമായ ആയുധങ്ങളല്ല. അതും വളരെ പ്രധാനമാണ്. ഇപ്പൊ നമുക്കറിയാം, 2020 നമ്മുടെ പ്രധാനമന്ത്രി കൊറോണ എന്ന മഹാമാരി നമ്മുടെ ലോകത്തെ മുഴുവൻ ഗ്രസിച്ചപ്പോൾ ആ മഹാമാരിയുടെ സൃഷ്ടിച്ച പ്രതിസന്ധിക്ക് മുമ്പിൽ അമേരിക്കയെ പോലുള്ള വികസിത രാഷ്ട്രങ്ങൾ പോലും പകച്ചു നിന്ന സമയത്ത് ഇങ്ങനെ 140 കോടിയോളം ജനങ്ങൾ അധിവസിക്കുന്ന ഈ വിശാല രാഷ്ട്രം അങ്ങനെ അങ്ങ് പതറിയില്ല എന്ന് നമുക്കറിയാം. നമ്മൾ അതിനെ അതിജീവിച്ചു. ആ കാലഘട്ടത്തില് നമുക്കറിയാം, വളരെയേറെ നമ്മൾ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ചൈനയുമായിട്ട് നമുക്ക് ഒരു സംഘർഷത്തിന്റെ സാഹചര്യം ഒരുങ്ങിയതെന്നും നമുക്കറിയാം. ചൈനയുടെ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം അക്കാലത്ത് ഉയർന്നു വരികയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ആത്മനിർഭർ ഭാരത് മിഷൻ എന്ന നിലയ്ക്ക്, ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന നിലയ്ക്ക് ഒരു ആശയം നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് കൊണ്ടുവന്നത്. ഇന്നിപ്പോ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉപയോഗിച്ച പല ആയുധങ്ങളും വീണ്ടും നമ്മുടെ ഒരു 10-15 വർഷത്തെ അല്ലെങ്കിൽ 20 വർഷത്തെ ഒരു വലിയ വിടവിന് ശേഷം വീണ്ടും നമ്മുടെ ഓർഡിനൻസ് ഫാക്ടറികൾ, യുദ്ധോപകരണശാലകൾ സജീവമായി ഈ 2020 ശേഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ വളരെയേറെ അതിൻ്റെ സദ്ഫലങ്ങൾ നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാലത്ത് അനുഭവപ്പെടുകയുണ്ടായി.
എന്തായാലും ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, സാമൂഹിക രംഗത്തും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ വിഷയം സംബന്ധിച്ചും ഒക്കെ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പരിവർത്തനം തീർച്ചയായിട്ടും ഭാരതം ലോകത്തിന് കൊടുക്കുന്ന വലിയൊരു സന്ദേശമാണ്. നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്ന ആ പ്രതിക്രിയ പദ്ധതിയും തീർച്ചയായിട്ടും അങ്ങനൊരു സന്ദേശം കൊടുത്തിരിക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നമുക്ക് അഭിവാദ്യം അർപ്പിക്കാം. ഈ സന്ദർഭത്തിൽ നമുക്ക് ഇവിടെ ഒരു മാധ്യമ കേന്ദ്രം എന്ന നിലയ്ക്കാണ് നമ്മുടെ വിശ്വസംവാദ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഈ മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഞാനിവിടെ ഒരുപാട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് മുഖ്യധാര പരമ്പരാഗത മാധ്യമങ്ങളുണ്ട്. ഇന്നിപ്പോ കഴിഞ്ഞ ഒരു 20-25 വർഷത്തിനുള്ളിൽ വളരെ സജീവമായി കഴിഞ്ഞിരിക്കുന്ന സാമൂഹ്യ മാധ്യമ രംഗവുമുണ്ട്. ഇത് തമ്മിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതുപോലെ ഒരുപാട് ആശയക്കുഴപ്പങ്ങളും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വാർത്തകളെ സംബന്ധിച്ച് നമുക്ക് ആരെയും ആശ്രയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, നമ്മൾ പറയാറില്ല, ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ്, ഒരു വിശ്വാസ തകർച്ച ഇന്ന് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് വളരെയേറെ ജാഗ്രതയോടെ നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. ഇതിന്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കണം. ഇപ്പോൾ മിസ്ഇൻഫർമേഷനെ കുറിച്ചും ഡിസ്ഇൻഫർമേഷനെ കുറിച്ചും ഫേക്ക് ന്യൂസിനെ കുറിച്ചും ഒക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ മാധ്യമ പ്രവർത്തനം എന്നത്, അല്ലെങ്കിൽ ഈ ആശയവിനിമയ രംഗത്തെ നമ്മുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഐഡിയലായിട്ട് എപ്പോഴും മാതൃകയായിട്ട് പറയുന്നത്, ആദർശാത്മകമായിട്ട് നമ്മൾ പറയുന്നത് സെൽഫ് റീസ്ട്രെയിൻഡ് എന്നതാണ്. സ്വയം നിയന്ത്രിക്കുക, ആത്മനിയന്ത്രണം. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർ ആത്മനിയന്ത്രണം പാലിക്കണം എന്നതാണ് ഒരു പ്രധാന കാര്യം. അത് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരും ചെയ്യേണ്ടതാണ്. പക്ഷെ നമുക്കറിയാം, പല കാര്യങ്ങളും വളരെ നിരുത്തരവാദപരമായി വാർത്തകൾ സൃഷ്ടിച്ച്, വിഷ്വൽസ് സൃഷ്ടിച്ച് അത് പലർക്കും അയക്കുകയും അത് പലരും വീണ്ടും മറ്റ് പല ഗ്രൂപ്പുകളിലേക്കും അയക്കുകയും ചെയ്ത് വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പറയുന്ന അതിന്റെ പിന്നിലെ മനസ്ഥിതി എന്താണ്, അത് നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഈ ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്, മൂല്യബോധം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്ലാസിന്റെ കാര്യമൊന്നുമല്ല. എല്ലാവരും പാലിക്കേണ്ട ചില മൗലികമായ മൂല്യങ്ങളുണ്ട്. അതിനെ നമ്മുടെ സാമാന്യ ധർമ്മം എന്ന് പറയും. നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങൾ അത് എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ശരാശരി സമൂഹത്തിലെ പൗരന്മാരിൽ ഒരു ഉത്തരവാദിത്വ ബോധം വളർത്തിയെടുക്കുവാൻ എന്തൊക്കെയാണ് ആവശ്യം? അതിന് നിയമനിർമ്മാണമാണെങ്കിൽ അത് ആവശ്യമുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകണമെങ്കിൽ അത് ആവശ്യമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പൗരധർമ്മത്തെ നമുക്ക് ഒരു പാഠ്യ വിഷയമായി മാറ്റേണ്ട ആവശ്യമുണ്ട് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമുക്കറിയാം, ഈ പറയുന്ന പരമ്പരാഗത മാധ്യമങ്ങളിൽ പോലും ഈ പത്രപ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ മൗലികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. പലപ്പോഴും വാർത്തകൾ സത്യസന്ധമല്ല, പലപ്പോഴും വാർത്തകൾ വസ്തുനിഷ്ഠമല്ല. ഭാഗികമായ വസ്തുതകളെ അവതരിപ്പിക്കുക, വസ്തുതകളെ ദുർവ്യാഖ്യാനം ചെയ്യുക, ഇതിനൊക്കെ അവർക്കൊരു ന്യായീകരണമുണ്ട്. അതിന് ഒരുപക്ഷെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാകാം, മതപരമായ വീക്ഷണങ്ങളാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള
വിഭാഗീയമായ താല്പര്യങ്ങളാകാം. അപ്പൊ നമ്മളുടെ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണല്ലോ, സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യം എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമുക്ക് ഒരു എന്താണ് പറയുന്നത്, അത് നമുക്കൊരു ദൗർബല്യമായി നമ്മൾ കണക്കാക്കേണ്ട കാര്യം നമ്മുടെ ഒരു കരുത്താണ്. ഇപ്പൊ ചൈനയെ പോലുള്ള വലിയൊരു രാജ്യവും നമ്മളുമായിട്ട് തുലനം ചെയ്യുമ്പോൾ പല കാര്യത്തിലും അവരെക്കാട്ടിൽ ഭൗതികമായി നമ്മൾ പിന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അവർക്കില്ലാത്ത ഒരു സിവിലൈസേഷനിലായിട്ടുള്ള ഒരു കരുത്ത്, ഒരു ജനാധിപത്യത്തിൻ്റെതായ കരുത്തൊക്കെ നമുക്കുണ്ട്. അത് അവർക്ക് അവകാശപ്പെടാൻ സാധ്യമല്ല. അപ്പോൾ അത് നമ്മുടെ കരുത്തായിരിക്കെ തന്നെ നമ്മുടെ ജനങ്ങളിൽ ഒരു അഭിപ്രായ സമന്വയം നമ്മുടെ രാഷ്ട്ര താല്പര്യത്തെ സംബന്ധിച്ച്, ജനതാല്പര്യത്തെ സംബന്ധിച്ച്, സമൂഹ താല്പര്യത്തെ സംബന്ധിച്ച്, നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് ഒക്കെയുള്ള കാര്യങ്ങളിൽ ഒരു നിലപാടെടുക്കുന്നതിൽ ഒരു സമവായം, ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാകാത്തത് കൊണ്ട് നമ്മുടെ ജനാധിപത്യം നമുക്ക് ചിലപ്പോഴെങ്കിലും ഒരു ബാധ്യതയായി തോന്നുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും. ഈ ജനാധിപത്യത്തിന്റെ മഹനീയമായ മൂല്യങ്ങളും അതിൻ്റെ സ്ഥാപനങ്ങളും അതിൻ്റെ സാധ്യതകളെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന സോഷ്യൽ കൺട്രോൾ എന്നൊരു വാക്കുണ്ട് സാമൂഹ്യ ശാസ്ത്രത്തിൽ. സോഷ്യൽ കൺട്രോൾ ഇത് പോലീസിംഗ് ആണ്. പോലീസിങ്ങിലൂടെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൽ ജനങ്ങൾ ക്രമം അവർക്ക് കിട്ടുന്ന സംസ്കാരത്തിലൂടെ. അപ്പോ ഭാവാത്മകമായ സംസ്കാരം പൗരന്മാരിൽ സന്നിവേശിപ്പിക്കാനുള്ള ഒരു പദ്ധതി നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാകുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകത്തെ, ഒരു സാമൂഹ്യ അവസ്ഥയെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നമ്മുടെ പത്രപ്രവർത്തകർ പലപ്പോഴും ഈ പരമ്പരാഗത പത്രപ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ പോലും പലപ്പോഴും പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രൊഫഷണലിസം കാണിക്കുന്നില്ല. അപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിച്ച ഒരു വിഷയം ഒരു പ്രൊഫഷനാണ് എന്ന് പഠിക്കും. അതൊരു പ്രത്യേക ക്ലാസ്സാണ്. അപ്പൊ എന്താണ് വാട്ട് ഈസ് പ്രൊഫഷണലിസം? അപ്പൊ നമ്മളെല്ലാത്തിലും പറയും പ്രൊഫഷണലിസം വേണം, പ്രൊഫഷണലിസം വേണം. എന്താണ് പ്രൊഫഷണലിസം എന്ന ആശയത്തിന്റെ ആത്മാവ്? ബാഹ്യമായി അതിന് രണ്ട് കാര്യങ്ങൾ പറയും. ഒന്ന്, ആ ഒരു പ്രത്യേക തൊഴിലിന് വേണ്ട നൈപുണ്യം, വേണ്ട കഴിവുകൾ ഒരു പരിശീലനത്തിലൂടെ ആർജിച്ചിട്ടുള്ള വ്യക്തി. അതാണ് പ്രൊഫഷന്റെ ഒരു സവിശേഷത. മറ്റൊന്നെന്താണ്? ആ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഒരു നൈതിക മൂല്യ സംഹിതയുണ്ട്. പ്രൊഫഷണൽ എത്തിക്സ്. ഇപ്പോൾ ഓരോ പ്രൊഫഷനിന്റെയും എത്തിക്സ് നമ്മൾക്ക് ഡോക്ടർമാരുടെ പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ടാകും. വക്കീൽ എന്ന് പറയുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ടാകും. ഇന്ന് നമ്മൾ ഓരോന്നിനും നോക്കുമ്പോൾ അതിന് സൂക്ഷ്മമായ അർത്ഥത്തിൽ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് മൂന്ന് കാര്യം പൊതുവായി പറയാം. ഒന്ന്, സത്യസന്ധത. രണ്ട്, ആർജവം. മൂന്ന്, സാമൂഹികമായ പ്രതിബദ്ധത. ഇത് തന്നെയാണ് ഈ എത്തിക്സിന്റെ ഭാഗമായി നിലനിൽക്കുന്നത്. ലോകത്തിൽ നമ്മൾ മാത്രമല്ല, നമുക്ക് പുറത്ത് 139 കോടി ജനങ്ങൾ അധിവസിക്കുന്നു എന്ന ബോധമാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ ലോകം നിലനിൽക്കണമെങ്കിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധം സുദൃഢമായി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് മറ്റുള്ളവനെ കുറിച്ചൊരു വിശ്വാസം, ഞാൻ വിശ്വാസ തകർച്ചയെ കുറിച്ച് പറഞ്ഞു, വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഈ സത്യസന്ധതയും ഈ ആർജവവും ആവശ്യമാണ്. അത് പത്രപ്രവർത്തകർക്കും ആവശ്യമാണ്, ഡോക്ടർക്കും ആവശ്യമാണ്, പ്രൊഫഷണലായി ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആവശ്യമാണ്. പക്ഷെ ഈ പ്രൊഫഷണലിസം ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രയോഗത്തിലുണ്ടോ? എത്ര ശതമാനം? നമ്മളൊരു ഐഡിയൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഓപ്റ്റിമം എന്ന് പറയാവുന്ന ഒരു വര
വരച്ചാൽ അവിടെ എത്തുന്നതിൽ എത്ര ശതമാനം അതിലേക്ക് എത്തിപ്പെടുന്ന മാധ്യമ പ്രവർത്തകരുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രായോഗികമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് അതിനെ താത്വികമായ, അതിനെ ദാർശനികമായ, അതിനെ മൂല്യപരമായ ഒരു വിലയിരുത്തലിന് വിധേയമാക്കേണ്ട ആവശ്യം കൂടിയുണ്ട്. അതൊന്നും നമ്മുടെ രാജ്യത്ത് ഗൗരവപൂർവ്വം സംഭവിക്കുന്നില്ല എന്നതാണ് പലപ്പോഴും. ഇതൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് ആ ഒരു പ്രത്യേക വ്യക്തിയുടെ ഒരു ദൗർബല്യം കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവര് ജീവിക്കുന്ന സാമൂഹികമായ ആ ഒരു സാഹചര്യവും ഇത്തരം കാര്യങ്ങൾക്ക് പ്രേരകമായി വർത്തിക്കുന്നുണ്ട് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരം രംഗങ്ങളിലൊക്കെ വളരെ ഗൗരവപരമായ ഉത്തരവാദിത്വപരമായിട്ടുള്ള ഇടപെടൽ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ മാധ്യമധർമ്മം ഉണ്ടാകും. ഞാനും ഒരു വർഷം ജേർണലിസം ഡിപ്ലോമയ്ക്ക് ചേർന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് മാധ്യമധർമ്മം? മാധ്യമധർമ്മത്തെ കുറിച്ച് ഇപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. എനിക്ക് തോന്നുന്നു മാധ്യമധർമ്മത്തെ കുറിച്ച് ഗവൺമെന്റിന്റെ അക്കൗണ്ടബിൾ ആക്കുക, കറപ്ഷൻ നിലനിർത്തുക, പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നൂറുകണക്കിന് വിഷയങ്ങളും ഉപവിഷയങ്ങളും നമ്മൾ ഈ ധർമ്മത്തിൽ നമുക്ക് ചേർക്കാൻ സാധിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഈ ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമത്തിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് പൗരന്മാരെ ശാക്തീകരിക്കുക തന്നെയാണ്. പൗരന്മാരെ, നിഷ്ക്രിയ പൗരന്മാരെ സക്രിയ പൗരന്മാരായിട്ട് വളർത്തിയെടുക്കുന്നതിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, സത്യസന്ധമായ വസ്തുതകൾ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും അവർക്ക് മനസ്സിലാക്കാൻ വിഷയമുള്ളങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് സത്യസന്ധമായ വസ്തുതകൾ ജനങ്ങളിൽ എത്തിച്ച് അവരെ ശക്തിപ്പെടുത്തുക, സർവ്വസാധാരണ പൗരനെ ശാക്തീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചെയ്യുന്നത്. വിദ്യാലയങ്ങൾക്ക് മാത്രമല്ല, നമുക്കൊക്കെ വിദ്യാലയം ലോക ബോധവും ഒക്കെ ലഭിച്ചത് ക്ലാസ് മുറിയിൽ നിന്ന് മാത്രമല്ല എന്ന് നമുക്കറിയാം, വളരെ കൃത്യമായിട്ടറിയാം. ഇപ്പോൾ ഈ വിമോചന സമരകാലം മുതലുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തെ ഉൾക്കൊള്ളാൻ അവസരം കിട്ടിയ ഒരു തലമുറയാണ് എൻ്റേത്. അക്കാലം മുതലുള്ള നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന ആ വാർത്തകളും അതുപോലുള്ള ലേഖനങ്ങളും ചർച്ചകളും രാഷ്ട്രീയ കാർട്ടൂൺ ഇതെല്ലാം ചേർന്നിട്ടാണ് നമുക്കൊരു പൊതുബോധം, ഒരു അവബോധം, രാഷ്ട്രീയമായ അവബോധം എന്ന് പറയുന്നത് നമുക്കുണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പത്രത്തിന് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആ കാര്യം ചെയ്താൽ തന്നെ നമുക്ക് ഗവൺമെന്റും നേരെ ചൊവ്വേ നടക്കും. പൗരന്മാര് പ്രബുദ്ധരാണെങ്കിൽ ഗവൺമെന്റും നേരെ ചൊവ്വേ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഉദ്യോഗസ്ഥന്മാരും നേരെ ചൊവ്വേ പോകും എന്ന് സംശയമില്ല. പക്ഷേ പല കാര്യത്തിലും പൗരന്മാർ നിസ്സഹായരായി നിൽക്കുന്നത് അവരുടെ മുമ്പിൽ വസ്തുതകളില്ല, അവർക്കറിയില്ല പല കാര്യവും എന്നതാണ്. പല കാര്യങ്ങളും ഉപയോഗപ്പെടുത്താനും പല കാര്യങ്ങളെ പ്രതിരോധിക്കാനും അവർക്ക് സാധിക്കാത്തത് അവരുടെ മുമ്പിൽ വസ്തുതകൾ പലപ്പോഴും പൂർണ്ണമായും ഇല്ല എന്നതുകൊണ്ടാണ്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ നിസ്സഹായത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പത്രപ്രവർത്തനത്തെ സംബന്ധിച്ച്, അതിൻ്റെ ധർമ്മത്തെ സംബന്ധിച്ചും നമുക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ വിശ്വസംവാദ കേന്ദ്രം പോലുള്ള സ്ഥാപനങ്ങൾ കൂടുതൽ ചർച്ചകളും മറ്റും സംഘടിപ്പിക്കുക, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. ജയ് ഗുരു.